അവൻ തന്നെ പറഞ്ഞു, ഇന്നത്തെ ഒരു വാർത്തയിൽ അവൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, കള്ള്, കഞ്ചാവ്, പെണ്ണ്, പയ്യൻ ആരെ വേണേലും കിട്ടും, പൈസ മാത്രം കൊടുക്കണം, ഇഷ്ടപ്പെട്ട ഭക്ഷണം വരെ കിട്ടും. അതാണ് അവൻ്റെ ആ ജയിലിലത്തെ അവസ്ഥ എന്ന് പറയുന്നത്. ഫോൺ വരെ കിട്ടും, വിളിക്കാനായിട്ട് ഫോണും തരും, പക്ഷേ പൈസ കൊടുക്കണം തരുന്ന ആളുകൾക്ക്. നമുക്കറിയാം പലപ്പോഴും ജയിലിനുള്ളിൽ ഇങ്ങനത്തെ VIP കാറ്റഗറിയിലേക്ക് ഈ പറയുന്ന കൊള്ളരുതായ്മകൾ ചെയ്യുന്നവരെ മാറ്റിയിട്ടുണ്ടെന്നുള്ളത് പല ന്യൂസുകളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇത് ഗോവിന്ദചാമി വീണ്ടും തെളിവായിട്ട് പറയുന്നുണ്ട്, എനിക്കിതെല്ലാം കിട്ടിയിരുന്നു, അതുകൊണ്ട് തന്നെയാണ് ഞാൻ രക്ഷപ്പെട്ടെന്നുള്ളത് ഗോവിന്ദചാമി തന്നെ പറയുന്നുണ്ട്. അപ്പോഴും നമ്മുടെ സർക്കാരിനും നമ്മുടെ പാർട്ടി പ്രവർത്തകർക്കും എല്ലാം മൗനമാണ്. ആരെങ്കിലും ഇതിനെപ്പറ്റി എന്തെങ്കിലും സംവാദമായിട്ട് വന്നോ? ചോദിക്കുന്നവരെയെല്ലാം സ്കൂളിൽ പോയിട്ട് അരിയിൽ മണ്ണ് വാരിയിട്ടു, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പ്രളയം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവർ മുൻപ് ചെയ്തിരുന്ന പ്രവർത്തനങ്ങളെ പറ്റിയും പറഞ്ഞുകൊണ്ട് അവർ വേറൊരു ഡയറക്ഷനിലേക്ക് ഇവർ തിരിച്ചുവിടാനാണ് ശ്രമിക്കുന്നത്. അതിൻ്റെ തിരക്കുകളിലാണ് ഇവരെല്ലാവരും, ഒരു ഡയറക്ഷൻ മാറ്റി വിടുന്ന തിരക്കിലേക്കാണ്. എന്നാൽ ഇവിടെ നടന്ന സംഭവത്തിനെ പറ്റി അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനായിട്ട് സർക്കാരോ സർക്കാരിൻ്റെ അനുഭാവികളായിട്ടുള്ള ഒരു പാർട്ടി പ്രതിനിധികൾക്കോ സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? ഇവരെല്ലാവരും ഈ ഗോവിന്ദചാമി എന്ന് പറയുന്നവനെ മകനെ പോലെ അങ്ങ് സ്നേഹിക്കുന്നുണ്ട് അല്ലേ? അതുകൊണ്ട് തന്നെയാണ്. കോടതിയാണ്